ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. ശരിക്കും ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് പിറ്റേ ദിവസമാണ്. ഞാനും ഇക്കാക്കെ മാത്രം കേക്കൊക്കെ കിട്ടി അതൊക്കെ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്കൊരു സർപ്രൈസും കിട്ടി. ആ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫുള്ള് പുറത്തായിരുന്നു ഞങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ലൈവായിട്ട് വന്ന് സംസാരിക്കണത്. ഫുള്ള് ഞാൻ വോയിസ് ഓവർ ചെയ്യണം, സാധാരണ ചെയ്യാറ്. കുറച്ച് മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു നമ്മൾ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പറയില്ലേ, അതേപോലെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് 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 പ്ലീസ്. നമ്മളിപ്പോൾ രാവിലെ തന്നെ പോയത് ഒരു സ്പെഷ്യൽ സ്പോട്ടിലോട്ടാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. വേറെ എങ്ങോട്ടുമല്ല, ഫേമസ് ആയിട്ടുള്ള രാമേശ്വരം കഫേയിലാണ് നമ്മൾ പോയത്. നേരത്തെ എണീച്ച് പോകണം എന്നൊക്കെ വിചാരിച്ചാണ് അവിടെ, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ എണീച്ചപ്പോൾ തന്നെ വൈകി. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു. നമ്മളത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഉച്ചക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റിസ്കിന് നിന്നില്ല. നമ്മൾ നേരെ മടിവാളയിലോട്ട് തന്നെ തിരിച്ചു പോന്നു. ഇവിടെ ഒരാൾ പിള്ളേരെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യണ പോലെ തന്നെ. നമ്മൾ മാമൂസ് കഫേ പോയി ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്ഥിരം പോകാറുള്ള ഗ്രാനീസ് റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ പൂരിയും കിഴങ്ങേറിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദേ നമ്മൾ ബില്ലൊക്കെ അടച്ച് നമ്മൾ പോവാണ് അടുത്തൊരു സ്ഥലത്തേക്ക്. പോണ വഴിക്ക് വിൻറ്റേജ് കാറുകളൊക്കെ കണ്ടിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനായിട്ട്, ഇങ്ങനത്തെ കാറുകളൊക്കെ. നമ്മളങ്ങനെ അടുത്തൊരു സ്പോട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകണതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എനിക്കിങ്ങനെ ബൈക്കിലൊക്കെ ഇങ്ങനെ നടക്കാൻ ഞാൻ എത്ര വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് പൊക്കോളും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബർത്ത്ഡേക്ക് ഇങ്ങനൊരു പ്ലാൻ ചെയ്തത്, രാവിലെ തൊട്ട് നമുക്ക് പുറത്ത് പോകാം എന്നുള്ളത്. നമ്മൾ ബാംഗ്ലൂർ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു മോളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യ. കുറച്ചായി നമ്മളിവിടെ വരണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് കേട്ടോ നമുക്ക് പറ്റിയത്. നമ്മളങ്ങനെ അതേ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇവർ 100 രൂപയാണ് കേട്ടോ പാർക്കിംഗ് ഫീസായിട്ട് വാങ്ങിക്കുന്നത്. ഇതെനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇത് നമ്മുടെ ആവശ്യമായി പോയല്ലോ, നമുക്ക് കയറണ്ടേ, മാളിൻ്റെ ഉള്ളിലൊക്കെ നമുക്കും കാണണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസയൊക്കെ കൊടുത്ത് നമ്മളിതേ മാളിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. കാരണം ഒരു ലക്ഷറി ഫീലാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഫുൾ ഇൻറ്റീരിയേഴ്സ് ആയാലും എല്ലാം എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചേക്കണേ. ശരിക്കും ഒരു ലക്ഷറി മാളെന്ന് തന്നെ പറയാം നമുക്ക്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഫുൾ മരങ്ങളും ചെടികളും, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്, എന്നാലും ഇത് ഭംഗിയാണ് കാണാനായിട്ട്. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനാണെങ്കിൽ ഇതേ ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കണേ. എനിക്കാണെങ്കിൽ ആൾക്കാർ നോക്കണേലുള്ള ചമ്മലും കാര്യങ്ങളെല്ലാം എൻ്റെ മുഖത്ത് കാണാം. ഞാനാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവണ ഒരാളാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മളിതൊക്കെ ഫേസ് ചെയ്യണം.
അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും നോക്കാതെ വീഡിയോ എടുക്കാൻ തുടങ്ങി. ആൾക്കാർ നോക്കണുണ്ട്, എന്നാലും ഞാൻ എനിക്കൊരു കുഴപ്പമില്ലാതുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. ഇവർ ഇൻറ്റീരിയേഴ്സ് ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയേഴ്സാണ് കേട്ടോ. ലൈറ്റ്സ് ആയാലും എന്തായാലും എന്ത് ഭംഗിയാണ് കാണാൻ. ഇവിടെ റൂട്ട് മാപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഞാനാണെങ്കിൽ കൂടുതലും നമുക്ക് കോസ്മെറ്റിക്സ് ഏരിയയിലോട്ട് പോകാം, അവിടെ പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ 400+ ഷോപ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ഷോപ്സും ഒന്നും ഓപ്പൺ ആയിട്ടൊന്നുമില്ല. കുറച്ച് ഷോപ്സൊക്കെ ഇനിയും ഓപ്പൺ ആവാനുണ്ട്. ഈ മോളിൻ്റെ മറ്റൊരു മെയിൻ ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരു പിയാനോ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വെൽക്കം ടു ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യ എന്നൊക്കെ പറഞ്ഞ് വാളിൽ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു റോയൽ ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളിത് കുറേ നേരം ഇത് മുകളിലോട്ട് നോക്കി ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. പിന്നെ നമ്മളിതേ ലോയൽ വേൾഡ് മാർക്കറ്റിലോട്ട് കയറി. ഇവിടെ അധികം വീഡിയോ എടുക്കാനൊന്നും പാടില്ല, പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇവിടെ മസ്റ്റാർഡും പിന്നെ വേറെ എന്തൊക്കെയൊക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പലതരം കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ നല്ല വിലയാണ്, പക്ഷേ എല്ലാത്തിനും നല്ല വിലയാണ്. നോർമലി മാളുകളിൽ എന്തായാലും റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതേ ഒരു സ്റ്റോറി കയറി ഞങ്ങളിതേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും ഈ മാള് നമ്മൾ നടന്നാലും തീരണില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇതേ ഇവിടെ ഒരു സ്റ്റോർ കണ്ടു. ഇവിടെ എന്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റാണ്. ഇവിടെ ഇതേ സാൻഡൽസും സ്ലിപ്പേഴ്സും സ്ലൈഡേഴ്സൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് എംബ്രോയ്ഡറി ചെയ്ത് വെച്ചേക്കണ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മൾ മിനിസോയിൽ കയറി. ഇവിടെയും വീഡിയോ അലൗഡ് അല്ലാത്തത് കൊണ്ട് കുറച്ച് വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഈ പെർഫ്യൂംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം ബോട്ടിൽ കൊടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഈ മാളിൻ്റെ അടുത്തൊരു മെയിൻ ഏരിയ ഉണ്ട്. ഇത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് ഈ ഒരു സാധനം, എൻ്റെ പൊന്നി എന്ത് രസമാണ് കാണാനായിട്ട്. എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പോലും തോന്നിപ്പോയി. അത്രക്ക് ഭംഗിയായിരുന്നു കാണാനായിട്ട്. എല്ലാവരും അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഇതേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത്രയും കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വിശപ്പ് തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. നമ്മൾ ബർഗർ കിങ്ങിൽ പോയി ബർഗറും ചിക്കൻ നഗറ്റ്സും ഹോട്ട് ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഇതൊക്കെ അകത്താക്കി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നത്. ഞാൻ ഇവിടെ ചിക്കൻ നഗറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വലിയ ഷോയൊക്കെ കാണിച്ചു, പിന്നെ എൻ്റെ കൈയും വായൊക്കെ പുള്ളി ഗൈസ്. അടുത്തത് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് പിന്നെയും എൻ്റെ വായ പുള്ളി ഗൈസ്. ഇനി കുറച്ച് ദിവസത്തേക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ബർത്ത്ഡേ ആയതുകൊണ്ട് കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായി. ഞാനപ്പോൾ ഇവിടെ ഇരുന്നൊക്കെ ചെക്ക് ചെയ്ത് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാളെൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്ന് എൻ്റെ ഫോണിലെ ചാർജ് മൊത്തം തീർന്നു. അങ്ങനെ പിന്നെ വേറെ അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളിതേ കുറേ കറങ്ങി തിരിച്ച് പോവുകയാണ്. നമ്മൾ തിരിച്ച് പോയപ്പോഴാണ് കേട്ടോ ശരിക്കും എനിക്ക് ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്തത്. കാരണം നല്ല വെയിലും ഉണ്ടായിരുന്നു.
നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ ട്രാഫിക്ക് പിന്നെ പറയണ്ടല്ലോ. നേരെ വീട്ടിലോട്ട് പോയി ഫ്രഷായി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ വൈകുന്നേരം പോയത് MG റോട്ടിൽ കണ്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഓൺ ചെയ്തിട്ടില്ല ചില ഭാഗത്തൊന്നും. പിന്നെ അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ട്രാഫിക്കും ഹെവി ട്രാഫിക്കായിരുന്നു. കണ്ടോ, ഇവിടെ മുകളിലൊക്കെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓൺ ചെയ്തിട്ടില്ല. അത് ഓണും കൂടി ചെയ്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായേനെ, നല്ല രസമായേനെ. ഇവിടെ ഫുൾ ബ്രാൻഡഡ് ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പുറത്തുള്ള തിരക്കാണ്. ഇതിലും കൂടുതലാണ് അകത്തേക്ക് ആൾക്കാർ പോണത്. കൂടുതലും ആ ചർച്ച് സ്ട്രീറ്റിൻ്റെ ഭാഗത്തോട്ടൊക്കെ നല്ല തിരക്കായിരുന്നു. നമുക്ക് ശരിക്കും അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ അവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് പിന്നെയും മടിവാളയിലേക്ക് പോയി. പിന്നെ ദേ ഇവിടുത്തെ പള്ളിയിലൊക്കെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ക്രിസ്മസ് ട്രീയും അവിടെ എന്തോ സെലിബ്രേഷനൊക്കെ ആയിരുന്നു. പിന്നെ ദേ മടിവാള കുറച്ച് നേരം നടന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കാസിൽ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയിക്കണേ. അവിടെ നിന്ന് മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.